ചെറുപ്പം മുതലേ നീ ഇങ്ങനെയാ, പറ്റാത്ത കാര്യങ്ങളൊക്കെ കയറി ഏറ്റോളും. എന്നിട്ടത് ചെയ്യാൻ കഴിയാതെ നീ നാണം കെടുകയും ചെയ്യും. അതെ, എനിക്കെതിരെ പുതിയതായിട്ടൊന്നും തോന്നുന്നില്ല. ഞാനിത് കേട്ടേ പറ്റൂ. ഇനി അമ്മുന്റെ കാര്യത്തിലേ നീ ഒന്നും ചെയ്യണ്ട. അവക്കെതിരെ എന്ത് ചെയ്താലും ആ പെണ്ണിന്റെ കരുത്ത് കൂടി വരികയുള്ളൂ. പറഞ്ഞു നാവെടുത്തില്ല, ദേ താലവും പിടിച്ചു വരുന്നുണ്ട്. വാടി ഇവിടെ. സഞ്ജു നിന്നെ എവിടുന്നാടി കണ്ടുപിടിച്ചേ? അത് ചേച്ചി എല്ലാരോടുമായിട്ട് പറഞ്ഞതാണല്ലോ. പിന്നെന്താ കവിത ചേച്ചിക്ക് വീണ്ടും ഒരു സംശയം? ശ്രീകുട്ടി അല്ലല്ലോടി നിന്നെ കണ്ടുപിടിച്ചത്, സഞ്ജു അല്ലേ? അവൻ അതിനെ കുറിച്ചൊന്നും പറഞ്ഞൂല്ല. അത് എന്റെ കുറ്റാണോ ചേച്ചിയുടെ അമ്മേ? എന്തോ നിനക്ക് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയണം. നിങ്ങൾ അറിയാത്തതായി അതുകൂടി ഉള്ളൂന്ന് എനിക്കറിയാം. ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാം. ഒരിക്കലും ഉയർന്നു വരില്ല എന്ന് നിങ്ങൾ കരുതിയ ഞാൻ തിരിച്ചു വന്നപ്പോ നിങ്ങൾ വല്ലാതെ ഞെട്ടിപ്പോയില്ലേ? കേറി അങ്ങ് വളർന്നു പോയെന്ന് കരുതിയോ? പേടിക്കണ്ട, ഇത് ഞാൻ ആരോടും പറയില്ല. എനിക്ക് നിങ്ങളുടെ താഴെ നിന്നാ മതി. നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹം മനസ്സിലാക്കിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ മോൾ എങ്ങനെയായിരുന്നു നിനക്ക് ചേച്ചിയാവുന്നത്? അത് ചേച്ചീനെ അനിയത്തിയായി കാണുന്നത് കൊണ്ട്. ഇനി ഞാൻ പറയുന്നത് സത്യം. ഞാൻ ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലായിരുന്നു. തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല. ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഞാൻ പോയത്. അമ്മേ, ചായ. അവൻ നേരത്തെ എണീറ്റോ? നന്നായി ഉറങ്ങി മോളെ. വാ, എല്ലാം ഇപ്പോ പതിവ് പോലെയായി അല്ലേ മോളെ? ഒരു മഴയും കൊടുങ്കാറ്റുള്ള രാത്രി കഴിഞ്ഞ് നേരം പുലർന്നതുപോലെയാ എനിക്ക് തോന്നുന്നത്. അമ്മ ചായ കുടിക്കേ? അല്ല, അച്ഛനും അമ്മയ്ക്കും ചായ കൊടുത്തോ? കൊടുത്തു. ഇതാർക്കാ മോളെ? ശ്രീകുട്ടിക്കാണോ? അതെ അമ്മേ. ചേച്ചി ഇപ്പോഴും ഒന്നും എണീക്കില്ല. ഇന്നലെ രാത്രി എന്റെ മുറിയിലാ ഉറങ്ങിയത്. വെളുക്കുവോളം സംസാരായിരുന്നു. അവൾ ഉറങ്ങട്ടെ. അമ്മോൾ ഇത് സഞ്ജുവിന് കൊണ്ടു കൊടുക്ക. അവന് എണീറ്റിട്ടുണ്ട്. രാവിലെ എന്നെ വന്നുണർത്തിയത് അവന്. പാവം കുട്ടി, എത്ര ദിവസമായി അവൻ നിന്നെ തേടി അലയാണെന്നോ. ചെല്ലുമോളെ. അല്ല, നീ എന്താ മോളെ ഇവിടെ ചെയ്യുന്നേ? അമ്മ എന്തിനാ പടികളി കയറി ഇവിടേക്ക് വന്നത്? ഞാനൊന്ന് പുറത്തു വന്നപ്പോ മോള് ടെറസിലേക്ക് പോകുന്നത് കണ്ടു. അതാ അമ്മ ഇങ്ങോട്ട് വന്നത്. രാവിലെ ചെടി നടാനുള്ള തയ്യാറെടുപ്പാണോ? ഇത് ഡാലിയാണല്ലോ, കൊള്ളാലോ. അല്ല, മോൾക്ക് ഇത് എവിടുന്ന് കിട്ടി? ഇന്നലെ വന്നപ്പോ കൂടെ കൊണ്ടുവന്നാണോ? അല്ലമ്മേ, അമ്മയുടെ മോന് ചായ കൊടുക്കാൻ പോയപ്പോ അവിടെ റൂമിലിരുന്നതാ. സഞ്ജുവിന്റെ റൂമിലോ? അതെ. ഈ ചെടിക്കൊരു കഥയുണ്ടെന്ന് അമ്മയുടെ മോൻ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ അച്ഛൻ കൂട്ടുകാരനായ ഒരു വക്കീലിന് ഇതുപോലൊരു ചെടി സമ്മാനിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ശർമ്മജിയുടെ കാര്യമാണോ? അതെനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ആ വക്കീലിന്റെ വീട്ടിൽ പോയപ്പോ പഴയ കഥ പറഞ്ഞ് വക്കീൽ ഈ ചെടി കൊടുത്തു. ആ വീട്ടിൽ ഇപ്പോഴും ഈ ചെടി വളരുന്നുണ്ടെന്നും പറഞ്ഞു.
വെള്ളമൊഴിക്കാതെ ചെടി വാടി തുടങ്ങിയിട്ടുണ്ട്. റൂമിൽ കൊണ്ടുവച്ച കാര്യമൊക്കെ ആള് മറന്നു. ഞാനിത് ചെടിച്ചട്ടിയിൽ നടത്തിയെന്ന് ചോദിച്ചപ്പോ സമ്മതം പറഞ്ഞു. എല്ലാം ഇന്നലത്തതുപോലെ ഞാൻ ഓർക്കുന്നുണ്ട്. മുകുന്ദേട്ടന്റെ ആണ്ടുബലി അടുക്കുമ്പോ തന്നെ ഇതൊരു വെളിപ്പാടായിട്ട് എനിക്ക് തോന്നുന്നത്. സുഖമില്ലെങ്കിലും അമ്മ വന്നത് നന്നായി. അമ്മയെ ചെടി നട്ടേന്നറിഞ്ഞ മോന് ഒരുപാട് സന്തോഷാവും. അല്ല, ഇതെന്താ താഴെ മുറ്റത്ത് നടാതെ ടെറസിൽ കൊണ്ടുവന്ന്? അദ്ദേഹം മിക്കപ്പോഴും ടെറസിൽ വന്നിരിക്കാറുണ്ട്. അപ്പോഴൊക്കെ അച്ഛന്റെ ഓർമ്മയായി ഈ ചെടി കാണുമല്ലോ എന്ന് കരുതിട്ടാ. കുറച്ചു നാള് കഴിഞ്ഞാ ഇത് നിറയെ പൂക്കൾ വരും. അത് കാണുന്നത് അന്നത്തെ വീഴ്ചയിൽ ഒടിഞ്ഞു പോയതായിരിക്കും. അയ്യോ, ഇവിടെ ഇങ്ങനൊരു മുറിയിലെ വിവരം ഇപ്പഴേ ഞാൻ ശ്രദ്ധിച്ചേ. ഇതാരുടെ ഫോട്ടോയാ ദൈവമേ? സഞ്ജു എന്നോടൊന്ന് ഷെയർ ചെയ്യും. എനിക്കും പറയാനുണ്ടാവില്ല എന്തെങ്കിലും സൊല്യൂഷൻ. ഞാനും ഒരു ബിസിനസ്സുകാരന്റെ മകളല്ലേ. നിന്നെ ഞാൻ വെറുതെ വിട്ടെന്നാണോ നീ കരുതുന്നത്? വിവാഹം ഒന്ന് കഴിയാൻ കാത്തിരിക്കാൻ ഞാൻ സീരിയസാ. ഇപ്പോഴത്തെ ഇഷ്യൂസ് പറ. ഒന്ന്, തൊഴിലാളികൾ കമ്പനിക്കെതിരെ തിരിഞ്ഞു തന്നെയാ. അവരെ ശാന്തരാക്കിയാൽ പിന്നെയുള്ള ഫണ്ടിന്റെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം? സഞ്ജു, യൂണിയൻ നേതാക്കളെ കണ്ട് വിഷയം പരിഹരിക്കാൻ അവരോട് തന്നെ ഉപദേശം ചോദിക്ക്. അവര് പറയുന്നത് കേൾക്കണം. ഇക്കാര്യത്തില് സച്ചേക്കാൾ മിടുക്കന മനു. അവനെയും കൂട്ടിക്കോ. ഫണ്ടിന്റെ കാര്യത്തില് ഞാൻ ആലോചിച്ചിട്ടൊരു വഴി പറയാം. കമ്പനിയുടെ 50ാം വാർഷികമാണ് വരാൻ പോകുന്നത്. അത് നമുക്ക് ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. ഒരു കമ്പനിയെ സംബന്ധിച്ച് നിസ്സാര കാര്യമാണോ സഞ്ജു 50th ആനിവേഴ്സറി? മീഡിയയിലെ നല്ല അഡ്വർടൈസ്മെന്റില് സഞ്ജുന്റെ ഫോട്ടോ വെച്ച് കൊടുക്കണം. ഏയ്, എന്താ എപ്പോഴും ഗ്ലോമി ആയിട്ട്? മനസ്സ് തുറന്നൊന്ന് ചിരിക്ക്. 50ാം ആനിവേഴ്സറി മതി കമ്പനിയുടെ ഗ്രാഫ് കുത്തനെ ഉയരെ. ഇത് അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാ. അമ്മേ, ദാ. പോ, വാ.
ഇരിക്കണ്ടേ? ദാ. എന്തിനാ ആ സമയത്ത് അവിടെ വന്നത്? പറയാമോ? പകൽ നേരം പോലും ആരും ആ ഭാഗത്തേക്ക് പോകാറില്ല. പിന്നെ നീ എന്തിനാ റൂമിന്റെ മുന്നിൽ വന്നു? ഞാൻ ഉറങ്ങിയൊന്ന് നോക്കാൻ നീ എന്റെ റൂമിൽ വന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നോട് മറ്റെന്തെങ്കിലും പറഞ്ഞൊഴിയാൻ നീ നോക്കണ്ട. അത് അമ്മേ, സത്യം ഞാൻ പറയാം. മനസ്സിൽ തോന്നിയത് ആ ഫോട്ടോ അദ്ദേഹത്തിന്റെ അച്ഛന്റേതാണെന്ന. നീ മുകുന്ദേട്ടന്റെ ഫോട്ടോ കണ്ടു അല്ലേ? ആഹാ, രാവിലെ തന്നെ കിച്ചണിൽ എത്തിയായിരുന്നോ? ഞാൻ വെളുപ്പിനെ എണീറ്റു. ഈ വീടിന്റെ മരുമകളാണെന്ന് അറിഞ്ഞു വെച്ച് അവളുടെ കൈകൊണ്ട് ചായ വാങ്ങി കുടിക്കാനും ഒരു യോഗം തന്നെ വേണം. എന്റെ പൊന്നു കാവേരി ചേച്ചി, തമാശക്കാണെങ്കിൽ പോലും അങ്ങനെയൊന്നും പറയല്ലേ. തമാശയൊന്നും അല്ല അമ്മോ, മനസ്സിന്റെ വിങ്ങല. കണ്ണുള്ളപ്പോ കാഴ്ച അറിയില്ല എന്ന് പറയുന്നതിന്റെ ശരിക്കുള്ള അർത്ഥം ഞാൻ അറിഞ്ഞത് നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോഴാ. ഉച്ചനേരത്ത് ഇരുട്ട് വന്ന് മൂടിയതുപോലെ. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാ കാവേരി ചേച്ചി സത്യം പറയൂ? നിന്നെ മറച്ചു വെക്കാൻ എനിക്ക് എന്ത് സത്യമുള്ളത്? നീ ചോദിക്കുമോ? എന്ത് വിവരം നിനക്ക് അറിയേണ്ടത്? അത് ഇവിടെ അമ്മ എപ്പോഴും ഭർത്താവിന്റെ കാര്യങ്ങൾ പറയും. ആണ്ടുബലിയും വരാൻ പോകുന്നതായിട്ട് അറിഞ്ഞു. 23-ന് മുകുന്ദേട്ടന്റെ ആണ്ടുബലിയാ വരാൻ പോകുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഈ വീട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അമ്മയുടെ റൂമിൽ പോലും ഭർത്താവിന്റെ ഫോട്ടോ കാണാനില്ല. ഞങ്ങളുടെ നാട്ടില് മരിച്ചു കഴിഞ്ഞാ ഫോട്ടോ തെക്കോട്ടുള്ള ചുവരില് ചില്ലിട്ട് വെക്കാറുണ്ട്, മാലയും ചാർത്താറുണ്ട്. എന്റെ മുത്തശ്ശിയുടെ ഫോട്ടോ വീട്ടിൽ വന്നപ്പോ കാവേരി ചേച്ചി കണ്ടതല്ലേ? നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ? മാത്രല്ല അദ്ദേഹം വലിയൊരു കമ്പനിയുടെ ഉടമയൊക്കെ ആയിരുന്ന ആളല്ലേ? എന്നിട്ടും ഒരു ഫോട്ടോ പോലും ഇല്ല. അമ്മ ചോദിച്ചത് സത്യമായ കാര്യം തന്നെയാ. പക്ഷേ മുകുന്ദേട്ടന്റെ ചിത്രങ്ങളൊന്നും ഈ വീട്ടില് വേണ്ടെന്ന് തീരുമാനിച്ചതാ അമ്മു. ശ്രീദേവിയുടെ അലമാരയില് ഒരുപക്ഷെ അവരുടെ വിവാഹ ആൽബം ഉണ്ടായിരിക്കും. പക്ഷെ പുറത്തേക്ക് അതെടുക്കില്ല. ആരും അത് കാണാനും പോകുന്നില്ല. നീ ചോദിച്ചാ പോലും ശ്രീദേവിയുടെ കരയുള്ളൂ. ഇത് ചോദിച്ച് ആ പാവത്തെ സങ്കടപ്പെടുത്താൻ പോകരുത്. എങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? ഉണ്ട്. ഇനി ആ പിണ്ടം എടുത്ത് മുന്നിലെ ഇലയിലിരിക്കുന്ന ദർഭയുടെ മുകളിൽ വയ്ക്കുക. പരലോകത്ത് നിന്ന് പരേതാത്മാവിനെ വിളിച്ചു വരുത്തി ആത്മശാന്തി നൽകി ദൈവത്തിന്റെ പാദങ്ങളിൽ എത്തിക്കാനാ പോകുന്നത്. ദൈവത്തിന്റെയോ? അതേ കുട്ടി, അച്ഛന്റെ ആത്മാവ് ദൈവത്തിന്റെ മുന്നിൽ എത്തണ്ടേ?
ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിക്കൂ. എന്റെ അച്ഛനെ തട്ടിയെടുത്തത് ദൈവ. ആ ദൈവത്തിനു വേണ്ടി ഞാനൊന്നും ചെയ്യില്ല. എല്ലാരും എന്നെ പറ്റിക്കുക. എന്റെ അച്ഛന് വേണ്ടിയല്ല, ദൈവത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നേ. അല്ല, ഊർമിളയ്ക്ക് ലക്ഷ്മണനെ കാത്തിരിക്കേണ്ടി വന്നത് 14 വർഷം. അമ്മയ്ക്ക് മരിച്ചുപോയ ഭർത്താവിന്റെ ചിത്രത്തിന് മുന്നിൽ 4 അളറിയ വിളക്ക് വെക്കാൻ 19 വർഷമായിട്ട് സാധിക്കുന്നില്ല. ഫോൺ കാണുന്നില്ലല്ലോ. അമ്മ വന്നിരുന്നെങ്കിൽ ഒന്ന് കോൾ ചെയ്ത് നോക്കാൻ പറയായിരുന്നു. അല്ല, അവളിവിടെ വന്നിട്ട് പോയിട്ട് കുറെ നേരം ആയല്ലോ. പിന്നെ ഇതെവിടെ പോയി? ദൈവമേ, ഇന്നലെ രാത്രി ഞാനത് ആ മുറി കൊണ്ടുപോയതാണല്ലോ. അയ്യോ, അസുഖം വന്നപ്പോ ഞാനത് അവിടെ വെച്ച് മറന്നു. ആരെങ്കിലും വിളിച്ചാൽ അത് അവിടെ ഇന്ന് ഇറങ്ങിയല്ലോ. ഈശ്വര, ഇന്നലക്ക് അമ്മുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് മുറി പൂട്ടാനാണല്ലോ പറഞ്ഞ്. ഈശ്വര, അവളത് പൂട്ടിക്കാണോ? ഈശ്വര, ഞാൻ സ്വപ്നം കാണാണോ? മുകുന്ദേട്ടാ, എന്താ ഇതൊക്കെ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ ചെയ്തത് ആരാന്നറിയോ? എന്റെ മോളാ, അമ്മു. അല്ല, നമ്മുടെ മോള്. അതല്ലേ മുകുന്ദേട്ടൻ ഇപ്പൊ എന്നോട് പറയാൻ വന്ന്. മോനെ കൂടാതെ നമുക്കൊരു മോളും കൂടി വേണം ദേവിന്ന് മുകുന്ദേട്ടനെ ആദ്യം പറഞ്ഞിട്ടില്ലേ? ദൈവം നമുക്ക് മോളാ മുകുന്ദേട്ട. അവള് ആർക്കെന്ത് വിഷമുണ്ടായാലും അവൾ അവിടെ എത്തും. ചോദിക്കാതെ അവൾക്ക് കഴിയുന്നതൊക്കെ ചെയ്യും. എന്നാ തൊഴിലാളികൾ വിയർപ്പൊഴുക്കുന്നത് നമുക്ക് വേണ്ടിയല്ലേ? ജീവൻ പണയം വെച്ചാ അവർ ഉയരത്തിൽ നിന്ന് ജോലി ചെയ്യുന്ന. AC റൂമിൽ ഇരിക്കുന്നവരെ അത്രത്തോളം ഒന്നും ചെയ്യുന്നില്ല. മാധവേട്ടൻ 35 വർഷത്തിന് പുറത്ത് ഈ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളാ. അയാളെ ഗൗതം തല്ലിയത്. അല്ല, ആരാ ഈ ഗൗതം? എനിക്കറിയില്ല അയാൾ ആരാന്ന്. അയാളെ നമ്മൾ എന്തിനു പ്രൊട്ടക്ട് ചെയ്യണം? അയാളെ ലൈനിൽ കിട്ടിയോ? ഈ പ്രശ്നം നീണ്ടുപോകാൻ കാരണം അതാ. സഞ്ജു, ഹീസ് ഓൺ ലീവ്. ഫാമിലിക്കൊപ്പം വേളാങ്കണ്ണിക്ക് പോകുന്ന റീസൺ പറഞ്ഞത്. മനസ്സാണ് നന്നാവേണ്ടത്, അല്ലാതെ ദൈവത്തെ തേടി പോവല്ല. അയാളെ പിരിച്ചുവിടാതെ കോംപ്രമൈസ് പ്രതീക്ഷിക്കണ്ട. അത് പോസിബിൾ അല്ല. വൈ? അയാളെ ന്യായീകരിച്ചും ചിലരൊക്കെ സംസാരിക്കുന്നുണ്ട്. അയാളെ ന്യായീകരിക്കുന്നത് അപ്പച്ചി മാത്രമാ. എന്തിനാ അപ്പച്ചി ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്ന അയാൾക്ക്? അയാളുടെ കഴിവ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട്. ഇനി നമ്മൾ അയാളെ ഒഴിവാക്കിയാൽ എതിർ ഗ്രൂപ്പ് ഗൗതമിനെ സ്വീകരിക്കും. വെട്ടികളാവുന്നത് നമ്മളായിരിക്കും. ഞാൻ ബുദ്ധിപൂർവ്വം നീങ്ങുമ്പോൾ സഞ്ജു ഇമോഷണൽ ആവുന്നു. മോനെ, ബിസിനസ്സിൽ സെന്റിമെന്റ്സിന് ഒരു അതിർത്തി രേഖയുണ്ട്. അതിനപ്പുറം നമ്മൾ പോവരുത്. അയാൾ എവിടെ ഉണ്ടെങ്കിലും ഇന്ന് പ്രശ്നം നടക്കുന്ന വർക്ക് സൈറ്റിൽ എനിക്ക് അയാളെ കിട്ടണം.
അതിന് വേണ്ടത് അപ്പൊ ചൂടൻ ചെയ്യ്. വാ എല്ലാരും വാ. എന്താ സാറേ പറയാനുള്ളേ? ഈ വിഷയത്തിനൊരു പരിഹാരം കാണാനാ MD നേരിട്ട് വന്നത്. ചേട്ടാ വണ്ടി തിരിച്ചിട്ടോ, ഞാനിപ്പോ വരാം. നിങ്ങൾക്ക് പറയാനുള്ളത് എന്നോട് നേരിട്ട് പറയാം. ഒരു കാലത്തും കമ്പനി തൊഴിലാളികളെ ദ്രോഹിച്ചിട്ടില്ല. അതൊക്കെ അറിയാം സാറേ. കാര്യങ്ങളൊക്കെ ഇപ്പൊ പഴയതുപോലെ അല്ല പോകുന്നത്. ശരിക്കുള്ള പ്രശ്നം എന്താ? മാധവേട്ടനെ ഈ നിൽക്കുന്ന ഗൗതം തല്ലിയെന്നുള്ളതാണോ? അത് ഞങ്ങളുടെ വിഷയമല്ല. ശരിക്കുള്ള പ്രശ്നം തുടങ്ങുന്നത് അതിനു മുൻപാ. സൈറ്റ് മാനേജർ മാധവൻ തൊഴിലാളി വഞ്ചന. അയാളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം. ശരിക്കുള്ള പ്രശ്നം സാറിന് അറിയില്ല. മാധവൻ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. വർക്ക് ഈ സൈറ്റിൽ പണിയുമ്പോഴാ അപകടം ഉണ്ടാകുന്നത്. ഹോസ്പിറ്റൽ ചെലവ് 2 ലക്ഷം രൂപയായി. 30 ദിവസം ജോലി ചെയ്യാനും കഴിഞ്ഞില്ല. അതും ചേർത്ത് നഷ്ടപരിഹാരം കിട്ടണം. അതാ ഞങ്ങളുടെ ഡിമാൻഡ്. സാറേ, വർക്കി അന്ന് സൈറ്റിലുണ്ടായിരുന്നില്ല. 2-3 തൊഴിലാളികളെ അന്ന് സൈറ്റിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് പറഞ്ഞേനാ അന്ന് ഗൗതം സാർ എന്നെ കയ്യേറ്റം ചെയ്തത്. ഇവിടെ CCTV ഇല്ലേ? ഇല്ല സർ. മാധവൻ പറഞ്ഞ പച്ചക്കള്ളവാ. അന്ന് ഈ സൈറ്റില് തൊഴിലാളികൾ കുറവായിരുന്നു എന്നുള്ള സത്യമാ. ഗൗതം സാർ വർക്ക് ഇവിടെ വെച്ച് കണ്ടതുമാണ്. സത്യം അതല്ല. തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് തന്നെ കിട്ടണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. മാധവൻ തൊഴിലാളികളെ കമ്പനിക്കെതിരെ തിരിച്ചുവിടാനാണ് നോക്കുന്നത്. ഇയാളെ സൈറ്റ് മാനേജർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഞാൻ കവിത മാഡത്തിന് റിപ്പോർട്ട് കൊടുത്തതാ. കമ്പനി ഉദ്യോഗസ്ഥൻ തന്നെ സത്യം പറയുന്ന നിലയ്ക്ക് ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? തൊഴിലാളി ഐക്യം, ഈ ഗുലാബ് അവകാശങ്ങൾ നേടിയെടുക്കും. ഈ ഗുലാബ് മാനേജ്മെന്റ്. ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? ഇവിടുത്തെ വിവരങ്ങൾ അറിയില്ലേ നീ വന്ന്? അതിന് ദേഷ്യപ്പെടുന്ന എന്തിനാ? ഇത് സമരപ്പന്തല. അതിന് എനിക്കെന്താ? ഒരാവശ്യം വന്നാ വരാതിരിക്കാൻ പറ്റുമോ? എന്താ നിന്റെ ആവശ്യം? അമ്മ നിങ്ങളെ എത്ര നേരമായി വിളിക്കുന്നു. കിട്ടാതെ വന്നപ്പോഴാ ഞാൻ വന്നത്. നീ കാര്യം പറ. ഫോൺ കാറില്. ഡിസ്ചാർജ് ചെയ്ത ശേഷം അമ്മയ്ക്കൊരു മരുന്ന് ഡോക്ടർ എഴുതി തന്നത് ഓർമ്മയുണ്ടോ? ആ മരുന്നിന്റെ കുറിപ്പ് വേണം. അത് നിങ്ങളുടെ കാറിലുണ്ടെന്ന് ചേച്ചി പറഞ്ഞു. എന്താ അമ്മയ്ക്ക് സുഖക്കുറവുണ്ടോ? അതല്ലേ കുറിപ്പടി വാങ്ങാൻ ഞാൻ വന്നത്. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. മരുന്ന് കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. നീ ഇപ്പൊ തന്നെ മെഡിസിൻ വാങ്ങിപ്പോക്കോ. അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. ആ, ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? അത് ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ കാര്യം നോക്കിപ്പോ. ഞാൻ പോയിക്കോളാം. ആ പിന്നെ ആ ഫോണൊന്നെടുത്ത് ഒന്ന് തുറന്നു നോക്കണേ. ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാനുള്ളത് അതിലുണ്ട്. പോട്ടെ MD സാറേ. മാനേജ്മെന്റ് നിരുപാലിക്കുക. നിങ്ങളൊന്ന് നിശബ്ദരാകൂ. നിങ്ങളുടെ ഡിമാൻഡൊക്കെ കമ്പനി അംഗീകരിച്ചു. എന്ത് ചെയ്യാനും തയ്യാറാണ്. വിജയിച്ചേ, വിജയിച്ചേ, തൊഴിലാളി സമരം വിജയിച്ചേ. സൈറ്റിൽ വെച്ച് ഒരു തൊഴിലാളിക്ക് അപകടം ഉണ്ടായാലും പുറത്തു വെച്ച് സംഭവിച്ചാലും കമ്പനി അവരെ സഹായിച്ചിട്ടേ ഉള്ളൂ. സൈറ്റ് മാനേജർ തെറ്റായ വിവരം പറഞ്ഞതുകൊണ്ട് ഇതൊരു സമരത്തിലേക്ക് പോയത്. വർക്കിയുടെ ചികിത്സാ ചെലവ് 2 ലക്ഷം രൂപയും 30 ദിവസത്തെ മുഴുവൻ ശമ്പളവും പിന്നെ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള സഹായമായി 1 ലക്ഷം രൂപയും ഇന്ന് തന്നെ വർക്കിക്ക് ഓഫീസിൽ വന്ന് വാങ്ങാം. കമ്പനിക്ക് ഇൻഷുറൻസ് ഉള്ള നിലയ്ക്ക് വർക്കി ട്രീറ്റ്മെന്റ് സമ്മറി നിർബന്ധമായിട്ടും കൊണ്ടുവരണം. ട്രീറ്റ്മെന്റ് സമ്മറി കയ്യിലില്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞാലും മതി. അതിന്റെ തൊഴിലാളികളെ വിശ്വാസമില്ലാത്ത പോലെ. നമ്മളെ ചതിക്കാനാ ചിലരൊക്കെ ശ്രമിച്ചത്. അമ്മ അവിടെ പോയതുകൊണ്ട് അത് ഒഴിവായി കിട്ടി. അയ്യോ, ഞാനെന്ത് ചെയ്തിട്ടാ? ഞാൻ ആ വീഡിയോ കണ്ടു. സ്മാർട്ട് ഫോൺ നിന്നെ പഠിപ്പിച്ചത് ഞാനാ. എങ്ങനെ നിനക്ക് ഒളിച്ചു നിന്ന് ഇത്ര ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു? മത്സരിച്ച് പെണ്ണിനെ അങ്ങ് മാനം തൊടിയിക്കുക. അവരവിടെ നിന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോ
പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നിയതാ. എന്തായാലും വലിയൊരു കാര്യമാണ് മോളെ നീ ചെയ്തത്. മാധവൻ കുറ്റക്കാരനായതിന്റെ വിഷമമായിരുന്നു എനിക്ക്. ജീവൻ പോയാലും മാധവൻ നമ്മളെ ചതിക്കില്ല. നീ ഇത് അമ്മുവിന് കൊടുക്കുമോളെ. ആഹാ, അമ്മുന് സമ്മാനം കിട്ടിയല്ലോ. ഇത് സമ്മാനമൊന്നുമല്ല. രാവിലെ ഞാൻ സഞ്ജുവിനോട് പറഞ്ഞതാ, അമ്മുന്റെ ഒരു കമ്മൽ ഒടിഞ്ഞുപോയി. പുതിയതൊന്നും വേണ്ട, ഞാനിത് നന്നാക്കിയിട്ടോളാം. ദേ, മിണ്ടാതെ നിന്നോണം. അയ്യോ, ഇവിടെ വെച്ചതൊന്നും വേണ്ട. ഞാൻ നിന്നെ സാരി ചുറ്റിക്കൊന്നും അല്ല, കാതില് 2 കമ്മലിട്ട് തരുക. വാടി ഇങ്ങോട്ട്. ചെല്ലമ്മു. നാണമില്ലാത്ത കൂട്ടങ്ങൾ. ഇപ്പൊ എന്റെ അനിയത്തെ എങ്ങനെയുണ്ട്? സുന്ദരിക്കുട്ടി ആയില്ലേ? പൊന്നും കൂടെ തന്നെ നില പൊട്ട്. അല്ല, മൊബൈലിലൊരു വീഡിയോ എടുത്തതാണോ വലിയ കാര്യമായിട്ട് പറയുന്നത്? കേൾക്കുമ്പോ കവിതയ്ക്ക് അത് നിസ്സാര കാര്യമായിട്ട് തോന്നും. സാഹചര്യത്തിന് തുയരുന്നതിലാണ് കാര്യം. നീ ഇപ്പോഴും കരുതുന്നത് പോലെ അവൾ ഒരു അടുക്കളക്കാരി പെണ്ണ് മാത്രമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യൂ? അവക്ക് ഈ പ്രശ്നത്തെക്കുറിച്ച് എന്തറിയാം? കമ്പനിയിൽ നടക്കുന്ന സമരത്തെക്കുറിച്ച് എന്തറിവാ അവക്കുള്ളത്? മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങാൻ പോയവള് അപരിചിതരായ 2 പേരുടെ സംസാരം ഷൂട്ട് ചെയ്തത് എന്തിന്? അവരാരാണെന്ന് അവൾക്കെങ്ങനെ അറിയാം? എന്റെ ചോദ്യങ്ങൾക്ക് നീ മറുപടി പറ കവിതേ. ഈ വീട്ടിൽ മാത്രമല്ല, കമ്പനിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അവള് മനസ്സിലാക്കുന്നുണ്ടെന്നല്ലേ അതിനർത്ഥം? അമ്മ ഒരു വീഡിയോ പിടിച്ച് കാണിച്ചു എന്നതിലല്ല, നീയും സഞ്ജു ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു പ്രശ്നം അവള് കൈകാര്യം ചെയ്തു, അതിന് ഫലം കണ്ടു എന്നതിലെ കാര്യം. അതിനവൾക്ക് പാരിതോഷികവും കിട്ടി. സൈറ്റ് മാനേജർ മാധവനോട് മാപ്പ് പറയിപ്പിക്കാമെന്ന അവന്റെ മോഹം. അത് നടക്കാൻ പോകുന്നില്ല. ഇനി അത് ഉണ്ടാവില്ല. സഞ്ജു 50th ആനിവേഴ്സറിയുടെ പിന്നാലെയാ. സത്യത്തിൽ അത് ആഘോഷിക്കേണ്ടത് നമ്മളായിരുന്നു. എനിക്ക് സഹിക്കാൻ കഴിയാത്തത് ആ പെണ്ണിന്റെ കാര്യം ഓർത്ത. അവള് കാണിച്ച ചീപ്പ് സാമർഥ്യത്തിന് മുന്നിൽ ഇത്ര കാലം കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എനിക്കൊരു വിലയില്ലാതായി. ഞാനും അത് ആലോചിക്കുകയായിരുന്നു. ഒരു സാധാ പെണ്ണ് എത്ര പെട്ടെന്ന് നമ്മൾക്ക് പ്രതിയോഗിയായി മാറിയത്. ഒരു തരത്തിലും അവളെ നശിപ്പിക്കാനും കഴിയുന്നില്ല. നീ കരുതുന്നത് പോലെ അവള് കമ്പനി വന്നിട്ട് എന്ത് ചെയ്യാനാ? സത്യം പറഞ്ഞ അവളുടെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ അതാ സുവർണാവസരം. നിന്റെ വെല്ലേച്ചി പറയുന്നത് കേട്ട് സഞ്ജുവിന്റെ ഭാഗത്ത് നിന്ന് അമ്മുവിനെ ഓഫീസിൽ എത്തിക്കാൻ ഒരു നീക്കം ഉണ്ടായാൽ നീ എതിർക്കരുത്. ഗൗതം അത് സ്വാഗതം ചെയ്യണം. അതെ, അവൾ പുറത്തേക്ക് വരണം. സഞ്ജുവിന്റെയും കാഞ്ചനയുടെ മുന്നിൽ ഡബിൾ പ്ലേ ആവേണ്ടത്. എനിക്കിപ്പോ ഒരു വാശിയാ ഗൗതം. ഈ വീട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കണം. അമ്മ ഐശ്വര്യ ദേവതയല്ലെന്ന് എനിക്ക് തെളിയിച്ചു കൊടുക്കണം. അവളിലുള്ള വിശ്വാസം തകരണം. അത് മംഗലശ്ശേരിയിൽ മാത്രം പോരാ, വരാൻ പോകുന്ന പല പ്രോജക്റ്റുകളും മുടങ്ങണം. തിരിച്ചടികൾ ഒന്നിനു പുറകെ ഒന്നായി പരമ്പര പോലെ വരണം. കമ്പനിയെ ഒറ്റുകൊടുക്കാനും ഞാൻ തയ്യാറാ. അത്രമാത്രം എന്റെ മനസ്സ് പുകഞ്ഞ് കത്തുക.
ഗൗതത്തിന് അറിയോ? കമ്പനിക്കൊരു പോറൽ പോലും വരരുതെന്ന് ആഗ്രഹിച്ചവളാ ഞാൻ. നീ അതിന് തയ്യാറാണെങ്കിൽ ഒരവസരം ഒത്തു വന്നിട്ടുണ്ട്. ആരാ എന്താന്നൊന്നും എനിക്കറിയില്ല. മംഗലശ്ശേരി ഗ്രൂപ്പിനു മുകളിൽ കരിനിഴൽ വീഴ്ത്താൻ പാകത്തിന് ഒരു കാർമേഘം പടർന്നു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ നീക്കത്തിന് പിന്നിൽ മത്സരമാണോ പ്രതികാരമാണോ എന്ന് വ്യക്തമല്ല. അത് ആരാ ഗൗതം? ഞാൻ പറഞ്ഞില്ലേ, കൂടുതലായിട്ട് എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇരുട്ടിൽ മുഖം തപ്പുന്നത് പോലെയാ പലരും. അടക്കം പറഞ്ഞു കേട്ടത് ഒരു സ്ത്രീയുടെ പേരാ. സ്ത്രീയോ? അതെ, മുംബൈക്കാരിയെന്നാ എനിക്ക് കിട്ടിയ വിവരം. അവർക്ക് കേരളത്തിൽ ബിസിനസ്സുകളൊന്നുമില്ല. അറിഞ്ഞത് വെച്ച് പവർഫുൾ ലേഡിയ. എന്നിട്ടും എന്തിനവർ ഇവിടെ വിലയെറിയണം? പറയമ്മോ? അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഫോട്ടോയായത്. സത്യമാണോ അമ്മോ? അതെ ചേച്ചി. ഞാൻ ആദ്യമായിട്ടാ സഞ്ജുന്റെ അച്ഛന്റെ ഫോട്ടോ കാണുന്നത്. ഈ മുറിയിലെ അച്ഛന്റെ ഫോട്ടോ ഉള്ള വിവരം അദ്ദേഹത്തിന് ഇപ്പോഴും അറിയില്ല. സഞ്ജുന് അറിയില്ലെന്നോ? ഞാനിത് വിശ്വസിക്കില്ല അമ്മു. കഴിഞ്ഞ 19 വർഷമായി ഈ മുറി അടഞ്ഞു കിടക്കുമായിരുന്നു. ഒരാളൊഴികെ മറ്റൊരാളും ഈ മുറിയിൽ വരില്ലായിരുന്നു. ആരുടെയും കണ്ണിപ്പെടാതെ രാത്രികാലങ്ങളിൽ അമ്മ ഈ മുറിയിൽ വന്ന് ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് വെച്ച് കരയും. സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ സ്വാതന്ത്ര്യത്തോടെ കാണാനോ വിളക്ക് വെക്കാനോ കഴിയാതെ കരഞ്ഞു തീർത്ത ജീവിതം അമ്മയുടേത്. നീ എന്തൊക്കെയായി പറയുന്നേ? സത്യം. എല്ലാത്തിനും സാക്ഷിയായി അച്ഛൻ ഇവിടെ തന്നെയുണ്ട്. രാത്രികാലങ്ങളിൽ ഈ മുറിയിൽ കരഞ്ഞും നിലത്ത് തളർന്നു കിടന്നും അമ്മയ്ക്ക് കിട്ടിയതാ ആ നശിച്ച രോഗം. ചേച്ചി ഇപ്പൊ കാണുന്ന പോലെയൊന്നും അല്ലായിരുന്നു ഈ മുറി. അമ്മുവാണ് ഈ മുറി വൃത്തിയാക്കിയത്? അതെ ചേച്ചി. സഞ്ജു എന്താ ഈ വിവരം അറിയാതെ പോയത്? എല്ലാം ഞാൻ ചേച്ചിയോട് പറയാം. നമ്മൾ അധികം നേരം മുറിയിൽ നിൽക്കാൻ പാടില്ല. ഇത് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. സഞ്ജു വരുമ്പോ എനിക്കിവിടെ കൂട്ടിക്കൊണ്ട് വരണം. ചേച്ചി ഇതെന്നെ പറയുന്ന എനിക്കറിയായിരുന്നു. ഈ ഫോട്ടോയും അദ്ദേഹത്തിന്റെ അച്ഛൻ്റെതായ എല്ലാ വസ്തുക്കളും ഇവിടെ എത്താനുള്ള കാരണം അറിഞ്ഞാൽ ഞാൻ പറയുന്നത് ചേച്ചി കേൾക്കും. ഇപ്പൊ ഈ കാര്യം പുറത്തു വന്ന ഇവിടെ വലിയ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അച്ഛന്റെ ഒരാണ്ടുബലിക്കാം ഈ ഫോട്ടോ ഈ മുറിക്കുള്ളിൽ സ്ഥാനം പിടിക്കുന്ന. 19 വർഷങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ആണ്ടുബലിക്ക് ഈ ഫോട്ടോ പുറത്തു കൊണ്ടുവരണം. ചേച്ചിയുടെ ആള് പോലും അറിയാതെ വേണം ചേച്ചി അത് ചെയ്യാൻ. അതുവരെ ഇവിടെ കണ്ടതൊന്നും ആരോടും പറയില്ലെന്ന് ചേച്ചി എനിക്ക് വാക്ക് തരണം. നിന്റെ വാക്ക് ധിക്കരിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? ആയുരാരോഗ്യവർദ്ധനം മമ ദുഃഖം വിനാശായേ സന്ധ്യാദീപം നമോസ്തുതേ. മുത്തശ്ശൻ പൂജാമുറിയിൽ വരുന്നതല്ലോ. മോളി നേരം ഇവിടെ ഉണ്ടാകും പറഞ്ഞു വന്നതാ. മോളോട് മാത്രമായി ഒരു കാര്യം പറയാനുണ്ട്. അത് മറ്റാരും കേൾക്കാൻ മുത്തശ്ശൻ ആഗ്രഹിക്കുന്നില്ല. എന്താ മുത്തശ്ശ? കുടുംബക്ഷേത്രത്തിൽ എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു മോളെ. എത്രയും വേഗം നീ മടങ്ങി വന്ന് നിന്നെ കൊണ്ട്
ദേവിക്ക് മുന്നിൽ ഒരു കുങ്കുമാർച്ചന നടത്തിച്ചോളാമെന്ന്. മോള് ആപത്തൊന്നും കൂടാതെ തിരിച്ചു വന്ന നിലയ്ക്ക് ഇനി അത് വൈകാൻ പാടില്ല. കുടുംബ പേര് പറഞ്ഞുള്ള നേർച്ച ഞാൻ തിരുമേനിയെ വിളിച്ചു പറഞ്ഞോളാം. നാളെ രാവിലെ മോള് ക്ഷേത്രത്തിൽ പോയി പ്രസാദം വാങ്ങണം. അത് ഇവിടെ കൊണ്ടുവയ്ക്കണം. അതിനെന്താ മുത്തശ്ശ, ഞാൻ പോയിക്കോളാം. പറഞ്ഞതുപോലെ ചെയ്യാം. ആ, ശ്രീദേവിയെ ഒപ്പം കൂട്ടം നിൽക്കണ്ട. അവൾക്ക് നല്ല സുഖമായിട്ടില്ല. ഇവിടെ ആരോടും പറയാൻ നിൽക്കണ്ട. രാവിലെ മോള് തനിയെ പോയാൽ മതി. പിന്നെ പൂജാമുറിയിൽ എത്തുന്നതുവരെ മോളല്ലാതെ ആരും തിരുമേനി തരുന്ന കുങ്കുമത്തിൽ സ്പർശിക്കരുത്. ശരി മുത്തശ്ശ. വാങ്ങാൻ കയ്യിൽ കാശില്ലെങ്കിൽ വിൽക്കാൻ എന്തുണ്ടെന്നല്ലേ നമ്മൾ ആലോചിക്കാറ്. ഒരു കോമൺ ഫാക്ട്. 25% ഷെയർ വിൽക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലെന്നാ എന്റെ അഭിപ്രായം. മുത്തച്ഛൻ്റെതാ ഫൈനൽ ഡിസിഷൻ. നാളിതുവരെ ഷെയർ വാങ്ങിയ ചരിത്രമേ നമുക്കുള്ളൂ. പിന്നെ ഷെയർ മാർക്കറ്റിങ്ങിനെ പറ്റി നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കട്ടെ. എന്താ അമ്മ? പായസം. പായസോ? കണ്ടില്ലേ കൃത്യസമയത്ത് അമ്മ മധുരമായി വന്നത്. ഇന്ന് ഞാൻ അല്പം കഴിച്ചിട്ട് വന്നേ ബാക്കി കാര്യം. ഇതെന്തോ മോളെ പകുതിയേ ഉള്ളല്ലോ. മുത്തശ്ശന് അത്രേ കഴിക്കാവൂ. ഈ ചതി എന്നോട് വേണ്ടായിരുന്നു മോളെ. അത് തന്നെ കൂടുതലാ. നീ ഓടി. പായസത്തിന്റെ കാര്യമേ മറന്നുപോയതാ. എനിക്ക് വിശ്വാസമായി മോനെ, എല്ലാം നല്ലതിനായിരിക്കും. വീണ്ടും ആ ദിവസം അടുത്ത് വരിക മുകുന്ദേട്ട. ഇത് മുകുന്ദേട്ടൻ എന്നെയും മോനെയും വിട്ടുപോയിട്ട് 19ാം വർഷം. ഇത്തവണ അച്ഛന്റെ ആണ്ടിനെ പറ്റി ഞാൻ നമ്മുടെ മോനോട് പറഞ്ഞു. അവൻ ഇഷ്ടപ്പെടാത്തത് അമ്മ പറഞ്ഞ എതിർത്ത ഒരക്ഷരം പറയില്ലെന്ന് മുകുന്ദേട്ടന് അറിയാലോ. അവൻ അമ്മയെ തൽക്കാലം ആശ്വസിപ്പിച്ചു. അവൻ ബലിയിടില്ല മുകുന്ദേട്ട. അച്ഛന്റെ ഓർമ്മദിനം അവൻ കാണുന്നത് ദൈവങ്ങളെ സാക്ഷി നിർത്തി ചെയ്യുന്ന പിതൃബലിയല്ല. പാവങ്ങളെ ആ ദിവസം സഹായിക്കില്ല. ഒരുപാട് അഗതികൾക്ക് ആ ദിവസം ഭക്ഷണവും വസ്ത്രവും ഒക്കെ മുടങ്ങാതെ അവൻ കൊടുക്കുന്നുണ്ട്. അവരുടെ അനുഗ്രഹാശ്രുക്കളും പ്രാർത്ഥനയും മതി. എന്റെ അച്ഛന്റെ മനസ്സ് നിറയാനെന്ന് പറയുന്ന നമ്മുടെ മോനോട് ഞാൻ എന്തു പറയാന്? എന്റെ മനസ്സ് നിറയണമെങ്കിൽ നമ്മുടെ മോൻ അച്ഛന് വേണ്ടി പിണ്ടച്ചോറ് വെച്ച് ബലിതർപ്പണം നടത്തണം. മുകുന്ദേട്ടന് വേണ്ടി അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. നമ്മുടെ മോന് ദൈവവിശ്വാസം വരാത്ത കാലത്തോളം മുകുന്ദേട്ടന് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യിക്കാൻ എനിക്ക് കഴിയില്ല. ആ കടവും മനസ്സിലിട്ടാവും ഞാനും മുകുന്ദേട്ടന്റെ അടുത്ത് എത്താൻ പോകുന്നത്. എന്റെ ഈ വേദന കണ്ട് ദൈവം പോലും കനിയുന്നില്ലല്ലോ. ഇനിയിവിടെ എല്ലാവർക്കും ഈ മുഖം കാണും. ആരാടി ഇത്? മുകുന്ദേട്ടന്റെ ഫോട്ടോയായത്. ശ്രീദേവി ഏട്ടത്തിന്റെ ഭർത്താവ്.
സഞ്ജുവിന്റെ അച്ഛനാണോ ഇത്? അതെ, എന്റെ മോൻ മുകുന്ദനായത്. എന്റെ മോന്റെ മുഖം ഒന്ന് കണ്ടിട്ട് 19 വർഷങ്ങളെ കഴിഞ്ഞു പോയത്. മോളെ ശ്രീകുട്ടി, സത്യം പറ, നിനക്ക് എങ്ങനെ ഈ ഫോട്ടോ കിട്ടിയത്? ഇത് മുത്തശ്ശന്റെ മകന്റെ ഫോട്ടോ അല്ലേ? 27 വർഷം മുമ്പത്തെ മകന്റെ ഫോട്ടോ കണ്ട് മുത്തശ്ശൻ ഇങ്ങനെ പരിഭ്രമിച്ചു നിന്ന് എന്നോട് ഈ ചോദ്യം ചോദിക്കണമെങ്കിൽ അതിലെന്തോ കാര്യമില്ലേ? ദിനേശൻ ചെറിയച്ഛൻ ഈ വീട്ടിലെ മരുമകനായിട്ട് വന്നിട്ട് ഈ ഫോട്ടോയിൽ ആളെ കണ്ടിട്ടുണ്ടോ? ഞാനിവിടെ വന്ന നാള് മുതൽ ഇങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. ഒരു പഴയ ഫോട്ടോ പോലും ഞാൻ ഈ വീട്ടിൽ കണ്ടിട്ടില്ല. അമ്മേ, കവിതേശം വലിയച്ഛൻ വരുന്നുണ്ട്. എന്റെ ദൈവമേ, ഇനി ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. എന്താ ഇവിടെ ഒരു നിലവിളിയും കരച്ചിലും കേട്ടത്? എന്താ ശ്രീകുട്ടി, ഇവിടെ എന്താ സംഭവിച്ചത്? ഞെട്ടാ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കൊണ്ടുവന്നു. അത് കണ്ടിട്ടുള്ള സന്തോഷ പ്രകടനം നിങ്ങൾക്കൊക്കെ നിലവിളിയും കരച്ചിലുമായിട്ട് തോന്നിയത്. ഫോട്ടോയോ? ആരുടെ ഫോട്ടോ? എന്താ നിങ്ങളാരും ഒന്നും മിണ്ടാത്തത്? എന്താ ആരുടെ മയില് നാവില്ലേ? എന്താ ദിനേശ? അതാ കണ്ടില്ലേ, ശ്രീകുട്ടി കൊണ്ടുവച്ചതാ. ദേ, വല്യച്ഛയുടെ മോള് ഈ കാണിച്ചതൊക്കെ പോരാഞ്ഞ് വീണ്ടും എന്തിനുള്ള വെല്ലുവിളിയായിട്ടാ വരുന്നത്. ശ്രീകുട്ടി, നീ ഇതെന്താ ചെയ്യാൻ പോകുന്നേ? കാണാൻ പോകുന്ന കാഴ്ച പറഞ്ഞറിയിക്കേണ്ട എന്ത് കാര്യമുള്ളത് അത് കണ്ടു തന്നെ അറിയണം. ശ്രീകുട്ടി, നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. ആ ഭ്രാന്ത് നിങ്ങൾക്കും കൂടെ പകർന്നു തരാൻ പോവുക ഞാൻ. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഈ ഫോട്ടോ ഇവിടെ വെക്കാൻ പാടില്ലെന്ന്? ഇവിടെ വേണ്ടാത്ത ഒന്നും വെച്ചേക്കണ്ട. ഈ ഫോട്ടോയിൽ ആര് കൈവച്ചാലും ഞാൻ കണ്ടു നിൽക്കില്ല. അതിന് ചങ്കൂറ്റുള്ളവരുണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ വാ. ഈ ഫോട്ടോ ഇരിക്കുന്നത് നിങ്ങൾ ആരും അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലല്ല. ഈ മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വന്തം വീട്ടില.